ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ അമലുവാണെങ്കിൽ ഗംഗപ്രസാദിനെ കൈയൊക്കെ തടവി കൊടുത്തോണ്ടിരിക്കുകയാണ്. കുറച്ച് എന്താണ് ഓയിലോ എന്തോ സംഭവങ്ങളൊക്കെ തൈലമൊക്കെ എടുത്തിട്ട് കയ്യിലും കാലിലൊക്കെ തേച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഗംഗപ്രസാദിനോട് ചോദിക്കണ്ട്, വേദനയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല എന്ന് ഗംഗപ്രസാദ് തലയാട്ടുമ്പോഴേക്കും വേദന ഉണ്ടാകും, ചെറിയ നീറ്റിലൊക്കെ ഉണ്ടാവും കേട്ടോ എന്ന് വേണ്ട കഴുത്തിലും മരുന്ന് തേച്ചു കൊടുക്കുകയാണ്. നീറ്റിലുണ്ടെന്നുണ്ടെങ്കിലേ ഇപ്പൊ വാവിട്ട് നിലവിളിച്ചാന് അയ്യോ സോറി കേട്ടോ, നിങ്ങൾക്ക് കരയാൻ സാധിക്കില്ലല്ലോ, ശബ്ദമില്ലല്ലോ, അത് ഞാൻ മറന്നുപോയി. ഈ മരുന്ന് കഴുത്തി തേച്ചാലേ ശബ്ദം തിരിച്ചു കിട്ടും. ഞങ്ങൾക്കൊക്കെ ജലദോഷമോ തൊണ്ടവേദനയൊക്കെ വന്ന അച്ഛന് ഈ മരുന്നാ തരാറ്. ഇതൊന്ന് 2 പ്രാവശ്യം തൊണ്ട തേച്ച് തന്നെ അടഞ്ഞ സൗണ്ട് തിരിച്ചു വരാറുണ്ട്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ടോ, നിങ്ങൾക്ക് ഇവിടെ പഴയ പോലെ തന്നെ തിരിച്ചു പോകാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗപ്രസാദിന്റെ കൈക്കിനെ തടവിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അമലു കേട്ടോ. ഗംഗയാണെങ്കിൽ അമലുവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് വേലു വരുന്നുണ്ട്. വേലു വരുമ്പോ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അമലു ഗംഗപ്രസാദിന്റെ മുഖത്തും ഗംഗപ്രസാദ് അമലുവിന്റെ മുഖത്തും ഇങ്ങനെ പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് കാണുമ്പോ തന്നെ വേലു ചോദിക്കണ്ട്, എന്താ ഇത് എന്ന് ചോദിക്കുകയാണ്. അമലു പറയുന്നുണ്ട്, കണ്ടൂടെ, ഞാൻ തൈലൊക്കെ ഇട്ട് കൊടുക്കുക, ഇതൊക്കെ ഞാൻ ചെയ്തോളാന്ന് നിന്നോട് പറഞ്ഞതല്ലേ, നീ എന്തിനാ ചെയ്യണത്? അതെ, വിനായകേട്ടന്റെ കാര്യങ്ങൾ എന്നോട് നോക്കണമെന്ന അച്ഛൻ പ്രത്യേകം പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ നോക്കും. അതെ, ഇത് നോക്കാനായിട്ട് ഞാൻ ഉണ്ട് ഇവിടെ എന്ന് പറയാണ്. ഈ വേലുവേട്ടന് എന്തായത്, മുമ്പൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. അതെ, മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നിങ്ങളുടെ പോക്ക് അത്ര ശരിയല്ല, അതുകൊണ്ടിട്ടാ. അപ്പോ എന്നെ സംശയമാണല്ലേ? ഞാൻ കെട്ടാൻ പോണ പെണ്ണാണ്, അത് നിനക്ക് വല്ല ബോധമുണ്ടോ? ഞാൻ സമ്മതിച്ചോ അതിന്? ഞാൻ പറഞ്ഞോ എന്നെ കെട്ടണോന്ന്? ഇല്ലല്ലോ. അതെ, നിന്റെ അച്ഛൻ, അതായത് മൂപ്പനും ഞാനും തമ്മിലുള്ള ഇതാണത്, നിനക്കറിയാവുന്ന കാര്യമില്ല, നീ എനിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന്. അതിനെ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഒന്നും എന്നൊക്കെ പറഞ്ഞിട്ട് അമൽ ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പുറത്തേക്ക് പോകുവാട്ടോ. ആ സമയത്ത് വേലായുധൻ നമ്മുടെ ഗംഗപ്രസാദിന്റെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് വേലു ഗംഗപ്രസാദിന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് തൈലും ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ തേക്കുമ്പോ വേദന എടുക്കുന്നുണ്ട് കേട്ടോ ഗംഗക്ക്. ഗംഗ ഇങ്ങനെ ദേഷ്യത്തിൽ വേലായുധനെ നോക്കുമ്പോ വേദനയൊക്കെ ഉണ്ടാകും. ഇത് അസുഖം മാറുന്നതിന് മുമ്പുള്ള വേദനയാണ്. അതെ, ഞാൻ സാറിനോട് ഒരു കാര്യം മര്യാദക്ക് പറഞ്ഞേക്കാം, ഞാൻ പറഞ്ഞതല്ലേ അമലു എന്റെയാണെന്ന്. അമലുവിനെ ആര് നോക്കിയാലും എനിക്ക് ദേഷ്യം വരും. നിങ്ങളെ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ പേടിക്കേണ്ട ആൾക്കാരാണ്. നിങ്ങൾ വല്ല കള്ളത്തരവും ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിലല്ലോ ഞാൻ വെറുതെ വെച്ചേക്കില്ല. നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് എന്തോ ഉടായ്പുണ്ടെന്ന്. നിങ്ങൾ വല്ല കള്ളനോ കൊലപാതകയോ വല്ലതും ആണോ എന്ന് വേലു ചോദിക്കുമ്പോ ഗംഗപ്രസാദ് കൈകൊണ്ട് ഇല്ല എന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ എങ്ങാനും ആണെങ്കിലേ നിങ്ങൾ ഒരിക്കലും കാടിറങ്ങി നാട്ടിലേക്ക് പോവില്ല, അത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുവാണ്. അത് മാത്രല്ല, എനിക്ക് നല്ല മർമ്മം നോക്കി ഇടിക്കാനറിയാം. അത് എന്റെ മാമൻ എന്നെ പഠിപ്പിച്ചതാണ്. ആ ഇടി എങ്ങാനും ഇടിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ നിന്ന് പുറത്തേക്ക് കടക്കാൻ പോയിട്ട് ഒന്ന് നിവർന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കില്ല. നോക്കിക്കോ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് കയ്യിലേക്ക് ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ കുഴമ്പൊക്കെ തേച്ച് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് അമലു അച്ഛന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോ ആ സമയത്ത് മൂപ്പനും ഭാര്യയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പയ്യന്റെ ചെറിയ കുറവൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമലു അങ്ങോട്ടേക്ക് വരുന്നത്, എന്തു പറ്റി മോളെ, മോളുടെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ എന്ന് മൂപ്പൻ ചോദിക്കുമ്പോഴേക്കും, അച്ഛനാണോ വേലുവേട്ടനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്? അതിനിപ്പോ എന്താ പ്രശ്നം? വേലുവേട്ടൻ എന്തൊക്കെയോ പറയാ, എനിക്ക് ദേഷ്യം വന്നിട്ടോ. വേലുവേട്ടനെ സംശയമാണ് ഞാൻ വിനായകേട്ടനെ ചികിത്സിക്കുന്നതുകൊണ്ട് വിനായകേട്ടനെ ഞാനും തമ്മിൽ പ്രണയത്തിലാകുമെന്നുള്ള സംശയരോഗമാണ് അയാൾക്ക്. ഈ സംശയരോഗമുള്ള ആളുടെ കൂടെയാണ് അച്ഛൻ ഞാൻ ജീവിക്കേണ്ടത്. എനിക്കൊന്നും പറ്റില്ല എന്ന് പറയണം മോളെ. അത് സംശയമല്ല, നിന്നുള്ള സ്നേഹം കൊണ്ട്. പിന്നെ സ്നേഹം, ഇതാണ് സ്നേഹം എന്ന് ചോദിക്കുമ്പോ അമ്മ പറയുന്നുണ്ട് അച്ഛനോട്, അതെ അവനെ കുറച്ചൊരു സ്നേഹം കൂടുതലാണ്, പക്ഷെ ഇത് കുറച്ച് കൂടുതലാട്ടോ, അവന് സംശയരോഗം ഉണ്ടോന്ന് സംശയമുണ്ട് എന്ന് അമ്മ പറയുമ്പോ മൂപ്പൻ പറയുന്നുണ്ട്, അങ്ങനെ എങ്ങാനും ഉണ്ടെങ്കിൽ എന്റെ മോളെ ഞാൻ അവനെ കെട്ടിച്ചു കൊടുക്കത്തൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോ വേലായുധൻ അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പൊ മൂപ്പൻ ചോദിക്കണ്ട, എന്തൊക്കെയാണ് മോള് പറയണത്? നിനക്കെന്താ മോളെ സംശയമാണ്? അതെ മൂപ്പ എന്നോട് പറഞ്ഞതല്ലേ മാമൻ എനിക്കുള്ളതാണ് അമലു എന്നുള്ള കാര്യം. എന്നിട്ട് ഇവള് അയാളുടെ കൂടെ അടുത്തെഴുപഴകുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല. അയാളെ നോക്കാൻ ഞാനുണ്ടല്ലോ, ഞാനാടാ മോളോട് പറഞ്ഞത് അവന്റെ കാര്യങ്ങളൊക്കെ നോക്കണോന്ന്. നിനക്ക് എപ്പോഴും വിനായകന്റെ കൂടെ ഇരിക്കാൻ പറ്റുമോ? നിനക്ക് ജോലി ഉള്ളതല്ലേ, ജോലിക്ക് പോണ്ടേ? ആ സമയത്ത് ഇവള് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാൻ എന്ന് പറയുമ്പോഴേക്കും അമലി പറയുന്നുണ്ട്, കേട്ടല്ലോ അച്ഛൻ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ തന്നെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്ന് വേണ്ട അകത്തേക്ക് കയറി പോവാണ് നമ്മുടെ അമലു. ആ സമയത്ത് വേലായുധനോട് മൂപ്പൻ പറയണ്ട്, നോക്കിക്കേ
നീ നല്ലവനാണ് വെച്ചിട്ട് എന്റെ മോളെ നിനക്ക് കെട്ടിച്ചേരാന്ന് വെച്ചത്. നിനക്ക് സംശയ രോഗമാണെങ്കിലേ എന്റെ മോളെ ഞാൻ കെട്ടിച്ചേരില്ല. അതല്ല, അവള് നിന്നെ വേണ്ടാന്ന് പറഞ്ഞാണെങ്കിൽ എന്റെ മോളെ ഞാൻ നിർബന്ധിക്കാനും പോകുന്നില്ല എന്ന് മൂപ്പൻ പറയുമ്പോ വേലായുധൻ ദേഷ്യത്തിൽ അകത്തേക്ക് പിന്നെയും പോകാൻ വേണ്ടി തുടങ്ങുവാട്ടോ. ആ സമയത്ത് അമല് വീണ്ടും നമ്മുടെ ഗംഗപ്രസാദിന്റെ കൈയൊക്കെ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ വേലായുധൻ ദേഷ്യത്തിൽ ഗംഗപ്രസാദിനെ അമലുവിനെ വീണ്ടും മാറി മാറി നോക്കുവാട്ടെ നമ്മുടെ വേലായുധന്. ശേഷം ദേഷ്യത്തോട് കൊടുത്തിന് അവിടെ നിന്ന് അങ്ങോട്ട് പോകാണ്. പിന്നെ കാണിക്കുന്നത് കിരണിനെയും കല്യാണിനെയാണ്. രാത്രി കിരൺ കല്യാണി അടുത്ത് പറയുന്നുണ്ട്, കല്യാണി നീ നാളെ മുതൽ ഓഫീസിൽ വാ, അപ്പൊ നിനക്ക് ഈ മൂഡ് ഔട്ടും കാര്യങ്ങളൊക്കെ മാറും. നീ അമ്മേനെ കുറിച്ചാണ് ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം. കമ്പനി വന്നിരുന്ന കുറച്ച് എൻഗേജ് ആകുമ്പോഴേക്കും പല കാര്യങ്ങളും നിനക്ക് മറക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, എനിക്കെന്തായാലും ഇപ്പൊ വരാൻ പറ്റില്ല കിരണേട്ടാ, അതുകൊണ്ടാ. പിന്നെ മനോഹറിന്റെ കത്ത് വീണ്ടും വന്നായിരുന്നു കേട്ടോ, കുഞ്ഞിനെ കാണണോന്ന് പറഞ്ഞിട്ട്. വേണ്ട കിരണേട്ടാ, അവനെ കുഞ്ഞിനെ കാണിക്കണ്ട, അത് ശരിയാവില്ല. അവൻ മാറിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ അവനെ കാണിക്കണ്ട, അത് സരയുവിന് ഇഷ്ടമാവില്ല എന്ന് പറയുമ്പോ കിരൺ പറയുന്നുണ്ട്, അത് നീ പറഞ്ഞ ശരിയാണ്. സരയു ആണെങ്കിലേ ആ ഗംഗപ്രസാദ് ആ പള്ളിയുടെ അപ്പുറത്തുള്ള വീട്ടിലാണ് നിൽക്കണെന്ന് അവളാ എന്നോട് പറഞ്ഞത്. അത് ആ സമയത്ത് അവൾ എന്നോട് ഒരു കാര്യം പറഞ്ഞത്, ഗംഗപ്രസാദിനെ ഇല്ലാതാക്കാൻ വേണ്ടി കൂട്ടു നിൽക്കണോന്ന്. അവൻ പരോളിലിറങ്ങുമ്പോ നൈസായിട്ട് നമ്മൾ വിളിച്ചോണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുക്കണം അവനെ കൊല്ലാനായിട്ട് അവൾക്ക്. ആ സമയത്ത് കല്യാണി പറഞ്ഞ അതിനൊന്നും നമുക്ക് പറ്റില്ലല്ലോ കിരണേട്ടാ. അതേ പറ്റില്ല, അതാരാണെങ്കിലും നമ്മൾക്ക് അതിനെ പറ്റില്ലല്ലോ കല്യാണി. എന്തായാലും അവള് എന്താ അങ്ങനെ വിചാരിച്ചോട്ടെ. പിന്നെ അവൾ അന്ന് പറഞ്ഞപ്പോ എനിക്ക് തിരിച്ചു പറയാനൊന്നും സാധിച്ചില്ല, ആ ഒരു മാനസികാവസ്ഥയിലായിരുന്നു എന്നൊക്കെ പറയാണ് കിരൺ. അതിനുശേഷം കാണിക്കണത് നമ്മുടെ ജയിലാട്ടോ. ജയിലിലൊരു പെട്ടെന്നൊരു പുള്ളിക്കാരൻ വന്നിട്ട് വേഗം തന്നെ അവിടുത്തെ പോലീസിനോട് വാർഡനോട് സെക്രട്ടറി അടുത്തൊക്കെ പറയുന്നുണ്ട്, അതെ സാറേ ഒന്ന് ഓടി വാ സാറേ, ആ മനോഹറിനെ രാഹുൽ എന്ന് പറഞ്ഞ ആള് തല്ലി കൊല്ലുവാ സാറേ എന്ന് പറയാണ്. അത് കേട്ട് പോലീസുകാരും വാർഡനൊക്കെ വേഗം അങ്ങോട്ടേക്ക് പോകുമ്പോ മനോഹറിന്റെ തലക്ക് ഇങ്ങനെ അടിച്ചടിച്ചുകൊണ്ടിരിക്കാട്ടോ രാഹുല്. എല്ലാരും കൂടി രാഹുലിനെ പിടിച്ച് മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. അപ്പോഴേക്കും വാർഡൻ പിടിച്ച് രാഹുലിനോട് പറയുന്നുണ്ട്, എടാ മാറടാ അവിടുന്ന്, നിനക്ക് എന്തിന്റെ കേടാടാ, ഇവനെ പിടിച്ച് സെല്ലിലേക്ക് ഇട് എന്ന് പറയാണ്. അങ്ങനെ രാഹുലിനെ പിടിച്ച് സെല്ലിലേക്ക് ഇടുന്നുണ്ട്. സെല്ലിലേക്ക് ഇടാൻ വേണ്ടി കൊണ്ടുപോകട്ടെ. മനോഹറിനെ വേഗം എല്ലാരും കൂടി പൊക്കി ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിലേക്ക് കയറ്റാണ്. അപ്പൊ ഒരു പുള്ളിക്കാരൻ ജയിൽ പുള്ളി പറയുന്നുണ്ട് രാഹുലിനോട്, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പോയത്, നിങ്ങൾക്കുള്ള ഇപ്പൊ ശിക്ഷ കൂടത്തല്ലേ ഉള്ളൂ, മനോഹറിന് നല്ല മാറ്റം ഉണ്ടായതായിരുന്നല്ലോ, അവന്റെ ഒരു മാറ്റം എന്റെ മോളുടെ ജീവിതം തകർത്തതേ അവനാണ് എന്ന് പറയുമ്പോ ആ ജയിൽ പുള്ളി പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങളുടെ മോളുടെ ജീവിതം മാത്രമല്ല ഇവിടെ കിടക്കുന്ന ഓരോരോ ജയിൽ പുള്ളിക്കും ഓരോരോ കഥകളുണ്ട്, ഇവിടെ നല്ലവരാരും കിടക്കുന്നല്ല, എല്ലാവരും ചീത്തവര് തന്നെയാ എന്ന് പറയുമ്പോഴേക്കും താൻ അവനെങ്ങാനും ന്യായീകരിക്കുന്നില്ല, തന്റെ തലയിൽ ഞാൻ അടിച്ചു പൊട്ടിക്കും എന്ന് രാഹുൽ പറയാണ് ആ പുള്ളിനോട്. പിന്നെ ആ പുള്ളി മിണ്ടാതെ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്ന സരയുവിനെയാണ്. സരയു രാഹുലിനെ കാണാൻ വേണ്ടി വരുമ്പോഴേക്കും അവിടുത്തെ വാർഡൻ സരയുവിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, എന്തിനാ വരുന്നത്, രാഹുല് നിനക്ക് സന്തോഷ വാർത്ത കേൾപ്പിക്കാന്ന് പറഞ്ഞിരുന്നു അല്ലേ, അത് കേൾക്കാൻ വേണ്ടി വരുന്നതായിരിക്കും അല്ലെ, എങ്കിലേ നിന്റെ അച്ഛൻ സന്തോഷ വാർത്ത കേൾപ്പിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കേൾക്കാൻ എന്തിന്റെ കേടാ കൊച്ചെ, ആ മനോഹറിന്റെ സ്വഭാവം മാറി വരുമായിരുന്നല്ലോ, പിന്നെ എന്തിനാ അവൻ എങ്ങനെ ഉപദ്രവിക്കണത്, അവനെ ഇങ്ങനെയൊന്നും അല്ല സാറേ, അവന്റെ സ്വഭാവം ഒരിക്കലും മാറില്ല, ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടാ പല പെണ്ണുങ്ങളും അവൻ വരുതിയിലാക്കിയത്. ഓഹോ, പെൺകൊച്ചിനെ അപ്പൊ നാക്കിക്കണ്ടല്ലോ, നോക്ക് നിങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടിരിക്കണത് സാറിന്റെ ബന്ധു ആയതുകൊണ്ടാ. അപ്പോഴേക്കും ഗംഗപ്രസാദിന്റെ മനോഹറിനെ കുറിച്ച് വാർഡൻ പറയുന്നുണ്ട്, അതെ നീ അപ്പൊ വാർത്തയൊന്നും അറിഞ്ഞില്ലേ, നിന്റെ അച്ഛൻ രാഹുല് മനോഹർ പണിയെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ തലക്കിട്ടടിച്ചു, ഒരുപാട് റഷ് അടിച്ചു, അവനിപ്പോ ഹോസ്പിറ്റലിലാണ്, സീരിയസ് അവസ്ഥ എന്ന് പറയുമ്പോഴേക്കും സരയുവിന്റെ മുഖം അങ്ങോട്ട് തെളിയാട്ടോ. അപ്പൊ അവിടുത്തെ പോലീസ് പറയുന്നുണ്ട്, കണ്ടില്ലേ ഇവളുടെ മുഖം അങ്ങോട്ട് തെളിഞ്ഞു, എടി പെൺകൊച്ചെ നീ ജയിലിൽ കിടന്നതല്ലേ, ജയിലല്ല നീയും ജയിലിലും അതുപോലെ തന്നെ മെന്റൽ ഹോസ്പിറ്റലിലൊക്കെ കിടന്നതല്ലേ, നിന്റെ അച്ഛനും മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നതല്ലേ എന്ന് പറയുമ്പോ അതെന്റെ അച്ഛന് മെന്റലൊന്നും ഉണ്ടായില്ല സാറേ, ഇപ്പൊ അകത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന മനോഹറില്ലേ അവൻ വരുത്തി വെച്ചതാ അങ്ങനെയൊക്കെ, മനോഹർ കള്ളമായിട്ട് ഞങ്ങൾ അത് വിശ്വസിച്ചതാ, എന്റെ അച്ഛന് ഒരു കുഴപ്പം ഉണ്ടായില്ല. എന്തായാലും നിന്റെ അച്ഛൻ ഒരിക്കലും ഇനി പുറത്തു വരുമെന്ന് തോന്നണില്ല, പിന്നെ മനോഹർ ചിലപ്പോ അവനൊരു ഇളവൊക്കെ കിട്ടിയെന്നിരിക്കും എന്ന് പറയുമ്പോ സരയുവിന് ദേഷ്യം വരുന്ന ഭാഗത്തോടെയാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.